ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഡോണറ്റ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് സാധാ നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ നമ്മൾ 4 മണിക്ക് ചായൻ്റെ ഒപ്പമൊക്കെ കഴിക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ മധുരക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അതാകുമ്പോൾ നമുക്കിതിൻ്റെ മധുരം ഒട്ടും കുറയാണ്ട് കിട്ടും. ഇനി നമ്മൾ വേവിച്ചെടുത്ത മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി നമുക്കതിനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിവിടെ കിട്ടുന്ന അധികം മധുരക്കിഴങ്ങും ഈ കളറിലായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ അല്ലാതെ ഒരു വെള്ള കളറിലും നമുക്ക് കിട്ടാറുണ്ട്. ഉടച്ചെടുത്ത മധുരക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ 2 മധുരക്കിഴങ്ങക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല കുഴഞ്ഞ മാതിരിയാകും. അപ്പോൾ നമുക്ക് ഇനി പൊടി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈമ അങ്ങനെ ഒട്ടണ പരുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പൊടി ഇട്ട് കൊടുത്തിട്ട് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആവിക്ക് വേവിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൊടിൻ്റെ ആവശ്യം വരില്ല. ഇനി നമുക്ക് ഡോണട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുഴച്ചെടുത്ത മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഡോണട്ടിൻ്റെ ഷേപ്പിലൊന്ന് നമുക്ക് ആക്കിയെടുക്കാം. ഉണ്ടാക്കിയ ഡോണട്ടൊക്കെ പ്ലേറ്റിൽ ഒരു പൊടി തട്ടി കൊടുത്തിട്ട് അതിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒട്ടിപ്പൊടിക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ഡോണട്ടും ഇട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കുക. നമുക്ക് കുറച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിൽ പഞ്ചസാരയും അതിലേക്ക് ഒരു കയ്യിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡോണട്ട് പൊരിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഇത് വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് വറ്റി വരുന്ന ടൈമിൽ നമുക്ക് ഇതിക്ക് കറുവപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഈ കറുവപ്പട്ട പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ പട്ട ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്നിങ്ങനെ കുമിളകളായി വറ്റി വരുന്ന ടൈമിലാണ് നമ്മൾ ഡോണട്ട് പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ എടുത്ത പാത്രം ഒന്ന് ചെറുതായതുകൊണ്ട് എല്ലാം കൊള്ളാത്തതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ഡോണട്ടും അതിലിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഈ ഷുഗർ ഇങ്ങനെ വറ്റി വരണം. അപ്പോൾ ഒരു സൈഡ് തന്നെ ആവരുത്. നമ്മൾ ഓരോന്നിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഡോണട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഡോണട്ടിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. എന്നാലേ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഷുഗറിൻ്റെ അത് വരുള്ളൂ. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ എല്ലാതും റെഡിയായി കിട്ടും. ഡോണട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ലോണം കളർ മാറാൻ നിൽക്കരുത്. ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് നമ്മൾ കോരണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കാട്ടിങ്ങാണ്ട് വരുമ്പോഴത്തേന് ഡോണട്ട് പറ്റ കറുത്തുകൊണ്ടാകും. അതും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ വറ്റി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിങ്ങാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ മധുരക്കിഴങ്ങ് വെറുതെ പുഴുങ്ങി കഴിക്കണേക്കാൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡോണട്ട് നമ്മൾ പ്ലേറ്റിൽ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തുകൊണ്ട് ചൂട് കൊടുക്കുക. നമ്മൾ മാറ്റുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അതിൽ നിന്ന് ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി.